മഹാദേവൻ തന്റെ ജടാധാരി രൂപം മാറ്റി സർവാഭരണ വിഭൂഷിതനായി ഗണപതി ഭഗവാന്റെ മുന്നിൽ നിന്നു. അത്ര സുന്ദരനായ പിതാവിനെ കണ്ടിട്ടും ഗണപതി ഭഗവാൻ പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പിതാവേ, എനിക്ക് അങ്ങയെ ഈ രൂപത്തിൽ കാണേണ്ട. അങ്ങ് പഴയ ജടാധാരി രൂപത്തിലേക്ക് തന്നെ തിരിച്ചു വരണം. എന്തിനായിരുന്നു ഗണപതി ഭഗവാൻ മഹാദേവനോട് ഇങ്ങനെ പറഞ്ഞത്? ഒരിക്കൽ കൈലാസത്തിൽ മഹാദേവൻ ധ്യാനത്തിലിരിക്കുകയായിരുന്നു. അരികിൽ മാതാ പാർവതിയുമുണ്ട്. ഗണപതി ഭഗവാന്റെ മനസ്സിൽ പെട്ടെന്നൊരു കുസൃതി ചോദ്യം ഉദിച്ചു. ഗണപതി ഭഗവാൻ മാതാ പാർവതിയുടെ അരികിൽ ചെന്ന് ചോദിച്ചു, മാതാവേ, ഒരു സംശയം. അങ്ങ് ലോക മാതാവാണ്, സർവാഭരണ വിഭൂഷിതയാണ്. മാതാ ലക്ഷ്മിയെ പോലെയും മാതാ സരസ്വതിയെ പോലെയും മാതാവ് അതിസുന്ദരിയാണ്. പക്ഷേ നോക്കൂ, പിതാവ് എപ്പോഴും പുലിത്തോലുമണിഞ്ഞ് നാഗത്തെ മാലയാക്കി ഭസ്മം പൂശിയിരിക്കുന്നു. ലോകം മുഴുവൻ വണങ്ങുന്ന മാതാവ് എങ്ങനെയാണ് ഈ യോഗിയായ പിതാവിനെ ഇത്രയധികം ഇഷ്ടപ്പെട്ടത്? മാതാ പാർവതി ഗണേശ ഭഗവാനെ അരികിലേക്ക് വിളിച്ചു. പുത്ര, നിന്റെ പിതാവിന്റെ രൂപത്തിലല്ല, അദ്ദേഹത്തിന്റെ പ്രകാശത്തിലാണ് എന്റെ ലോകം. ആ കണ്ണുകളിലെ കരുണയാണ് എനിക്ക് ഏറ്റവും വലിയ ആഭരണം. പക്ഷേ ഗണപതി ഭഗവാന് അത് പൂർണ്ണമായും മനസ്സിലായിരുന്നില്ല. ഗണപതി ഭഗവാൻ നേരെ പിതാവിന്റെ അരികിലെത്തി. എന്നിട്ട് ചോദിച്ചു, പിതാവേ, മാതാവ് ഇത്ര സുന്ദരിയായിരിക്കുമ്പോൾ അങ്ങ് മാത്രം എന്തിനാണ് ജടാധാരിയായി പുലിത്തോലും അണിഞ്ഞ് ഭസ്മം പൂശിയിരിക്കുന്നത്? കുറച്ച് ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും ധരിച്ചാൽ അങ്ങയെ കാണാൻ എന്ത് രസമായിരിക്കും. പുത്രന്റെ നിഷ്കളങ്കമായ ആഗ്രഹം കേട്ടപ്പോൾ മഹാദേവന്റെ ഉള്ളം നിറഞ്ഞു. ഗണപതി ഭഗവാന്റെ മോഹം സാധിച്ചു കൊടുക്കാൻ മഹാദേവൻ തീരുമാനിക്കുകയും ചെയ്തു. തൊട്ടടുത്ത നിമിഷം കൈലാസത്തിൽ ഒരു അത്ഭുതം തന്നെ സംഭവിച്ചു. മഹാദേവന്റെ രൂപം പെട്ടെന്ന് മാറി മറിഞ്ഞു. അദ്ദേഹത്തിന്റെ ശിരസിലെ ജടകളെല്ലാം അപ്രത്യക്ഷമായി. പകരം കാർമേഘം പോലെ കറുത്ത മനോഹരമായ നീണ്ട മുടിയിഴകൾ അദ്ദേഹത്തിന്റെ തോളിലേക്ക് ഒഴുകിയിറങ്ങി. ശരീരത്തിലുണ്ടായിരുന്ന വെളുത്ത ഭസ്മം പതുക്കെ മാഞ്ഞുപോയി. പകരം അദ്ദേഹത്തിന്റെ ശരീരം തങ്കം പോലെ തിളങ്ങാൻ തുടങ്ങി. ചന്ദ്രദേവനും വാസുകിയുമൊക്കെ മാഞ്ഞുപോയി. കൂടാതെ ഒരുപാട് ആഭരണങ്ങൾ അദ്ദേഹത്തിന്റെ കഴുത്തിലും കൈകളിലും തിളങ്ങി. മഹാദേവൻ സ്ഥിരമായി ധരിക്കുന്ന പുലിത്തോലിനു പകരം രാജകുമാരന്മാർ ധരിക്കുന്നത് പോലെയുള്ള അതിമനോഹരമായ പട്ടു വസ്ത്രങ്ങൾ അദ്ദേഹം അണിഞ്ഞു. അങ്ങനെ കൈലാസത്തിന്റെ അധിപനായ മഹാദേവൻ സർവാഭരണ വിഭൂഷിതനായി അതീവ സുന്ദരനായി ഒരു രാജകുമാരനെ പോലെ ചിരിച്ചുകൊണ്ട് ഗണപതി ഭഗവാന്റെ മുന്നിൽ നിന്നു. മുന്നിൽ നിൽക്കുന്ന പിതാവിന്റെ ആ പുതിയ രൂപം കണ്ട് ഗണപതി ഭഗവാൻ ആദ്യം ഒന്ന് അത്ഭുതപ്പെട്ടു പോയി. എന്നാൽ ആ സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല. പെട്ടെന്ന് ഗണപതി ഭഗവാന്റെ മുഖം വാടി, കണ്ണുകൾ നിറഞ്ഞു. സങ്കടം സഹിക്കാനാവാതെ ഗണപതി ഭഗവാൻ മഹാദേവനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, വേണ്ട പിതാവേ, എനിക്ക് ഈ രൂപം കാണേണ്ട. അങ്ങ് വേഗം ആ പഴയ രൂപത്തിലേക്ക് തന്നെ തിരിച്ചു വരൂ. എനിക്ക് എന്റെ പഴയ ആ ജടാധാരിയായ പിതാവിനെ മതി. പുത്രന്റെ ഈ പെട്ടെന്നുള്ള മാറ്റം കണ്ട് മഹാദേവൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്തുപറ്റി എന്റെ പ്രിയപ്പെട്ട ഗണേശ? നീ തന്നെയല്ലേ എന്നെ ഇങ്ങനെ കാണണമെന്ന് വാശി പിടിച്ചത്? നോക്കൂ, ഇപ്പോൾ ഞാൻ എത്ര ഭംഗിയുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. ഈ രൂപത്തിൽ എന്നെ കാണാൻ നല്ല സുന്ദരനല്ലേ? ഗണപതി ഭഗവാൻ വിഷമിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങയെ ഇപ്പോൾ കാണാൻ അതിമനോഹരമാണ്. പക്ഷേ ഈ രൂപത്തിൽ അങ്ങ് എന്റെ മാതാവിനേക്കാൾ അതിസുന്ദരനായിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ എന്റെ മാതാവിനേക്കാൾ സുന്ദരമായി മറ്റൊന്നും ഉണ്ടാകുന്നത് എനിക്ക് സഹിക്കാനാവില്ല. എന്റെ മാതാവാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യം. തുടർന്ന് മഹാദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് ഗണപതി ഭഗവാന്റെ ഈ നിഷ്കളങ്കമായ മാതാവിനോടുള്ള സ്നേഹം കണ്ട് മഹാദേവൻ വീണ്ടും തന്റെ പഴയ യോഗി രൂപം, അതായത് ജടാധാരി രൂപം സ്വീകരിച്ചു. ഇത് കേട്ടുകൊണ്ട് നിന്ന മാതാ പാർവതി ഓടി വന്ന് ഗണപതി ഭഗവാനെ ചേർത്ത് പിടിച്ചു. ഗണേശ ഭഗവാന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓം ഗംഗണപതേ നമഃ. ഓം ഗൗരി ശങ്കരായ നമഃ.